കൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ 2024 ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ ചിങ്ങൻ രാശിക്കാർക്കുള്ള ഫലം മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ചിങ്ങ രാശിക്കാർക്കുള്ള ഫലമാണ്. 2-ൽ കേതു, 4-ൽ ബുധൻ ശുക്രൻ, 5-ൽ സൂര്യൻ ചൊവ്വ, 7-ൽ ശനി, 8-ൽ രാഹു, 9-ൽ വ്യാഴം. ഇതാണ് ഗ്രഹസ്ഥിതി. അപ്പോൾ ഇവർക്ക് ഈ ഗ്രഹസ്ഥിതി പ്രകാരം ജനുവരി മാസത്തിൽ വർഷത്തിൻ്റെ ആദ്യത്തെ ഒരു ചുവടുവെപ്പെന്ന് പറയാം. ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യം എന്ന് തന്നെ പറയാം. 7ര ശനി, അതായത് 7ാം ഭാവത്തിൽ കണ്ടക ശനി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. അതിൻ്റേതായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതും സത്യം തന്നെയാണ്. അതിനായിട്ടുള്ള പരിഹാരം, സത്യസന്ധമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ശാസ്താവിങ്ങിൽ അല്ലെങ്കിൽ ശനിഗ്രഹ പൂജ ചെയ്യുക. പറ്റുകയാണെങ്കിൽ ശനിഗ്രഹ പൂജയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മാർഗം. അല്ലാത്ത പക്ഷം ശാസ്താവിങ്കൽ നെയ്വിളക്കോ നീരാഞ്ജനും രണ്ടും കൂടി ചേർന്ന്, നീരാഞ്ജനും നെയ്വിളക്കും കൂടി ചേർന്ന് ഒരു ശനിയാഴ്ച ദിവസം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക. പറ്റുകയാണെങ്കിൽ 2 പ്രാവശ്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഗുണകരമായിട്ടുള്ള, കാരണം 9ാം ഭാവത്തിൽ ബലവാനായിട്ടുള്ള, അതായത് മിത്രക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴഗ്രഹമുണ്ട്. അപ്പോൾ കുടുംബപരമായിട്ടും ധനപരമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും ഫൈനാൻസ് സംബന്ധമായിട്ടും എല്ലാം ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഉത്കണ്ഠാപൂർവമായിട്ടുള്ള ചില വൈമാനുഷ്യ സംബന്ധമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ അതിനെങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ഒരു പ്രതിബന്ധ ഘട്ടത്തിൽ നമ്മളെ തരണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് വ്യാഴം. അത് കാരണം വ്യാഴം 9ാം ഭാവം നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ ഒരു 5 മിനിറ്റ് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ധ്യാനിച്ച്, ശ്രീകൃഷ്ണൻ ഭഗവാൻ ധ്യാനിച്ച് കഴിഞ്ഞ് പിന്നീട് എടുക്കുന്ന തീരുമാനമെല്ലാം ഉചിതമായിരിക്കും എന്നാണ് പറയുന്നത്. സഹായഹസ്തങ്ങൾ പൊതുവെ ഉണ്ടായിരിക്കും, സഹായ സ്ഥാനങ്ങളുണ്ടാകും, സഹായികളോടുകൂടി ഫ്രണ്ട്ഷിപ്പുകളോടുകൂടിയുള്ള സൽക്കാരവും സമ്പർക്കങ്ങളും മൂലം കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഈ മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ശുഭകാര്യങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ് എന്നുള്ളത്, വിവാഹ സംബന്ധമായിട്ടുള്ള എൻഗേജ്മെൻറ്റുകൾ നടത്താൻ സാധിക്കും. അതിനുള്ള കാര്യങ്ങൾ കൈകൂടി വരും എന്ന് പറയാം. അതുപോലെ പുതിയ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനും, പുതിയ വാഹനത്തിന് ബുക്ക് ചെയ്യുവാനും, അതുപോലെ തന്നെ പുതിയ ഭൂമി വാങ്ങിക്കുവാനുള്ള യോഗങ്ങളും എല്ലാം ഈ തെളിഞ്ഞു കാണുന്നുണ്ട്. പൂർവിക സ്വത്തുക്കൾ വല്ലതും പങ്കുവെക്കുകയാണെങ്കിൽ അതിൻ്റെ വിഹിതം കിട്ടാതിരിക്കുന്നവർക്ക് വിഹിതം കിട്ടുവാനുള്ള സാധ്യതയും, അല്ലെങ്കിൽ കുറേ കാലമായി അത് വഴക്കിലൂടെയും എല്ലാം പ്രശ്നത്തോടുകൂടി കിടക്കുകയാണെങ്കിൽ അതിനെല്ലാം ഒരു നിഗമനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തൊഴിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് പരമായിട്ടുള്ള നേട്ടങ്ങൾ, ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടുവാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കിട്ടുവാനുള്ള ജനുവരി 15-ന് ശേഷം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കണ്ട് അനാരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് കുറയും. ഉദ്ദിഷ്ടകാര്യം, അതായത് ഒരു യാത്ര കൊണ്ട് നമ്മൾക്ക് ഉദ്ദിഷ്ടകാര്യം നടക്കുന്നതിന് മുമ്പ്, ആ യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ശാസ്താവിനെ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ അയ്യപ്പസ്വാമിനെ പ്രാർത്ഥിച്ച് തുടങ്ങുകയാണെങ്കിൽ ആ കാര്യം ശുഭഫലപരമായിരിക്കും എന്നാണ് പറയുന്നത്. നാശനഷ്ടങ്ങൾ പൊതുവെ കുറവായിരിക്കും. ഭാര്യ ഭർത്ത ബന്ധങ്ങൾ ഉണ്ടാവും. സന്താനങ്ങളെ നമ്മളുടെ ശ്രദ്ധയിൽ പെടുത്തി നിർത്തുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പുതിയ തൊഴിലോ വല്ലതും ആരംഭിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ കൂടുതലായി കണ്ട് അതിനുള്ള മേൽക്കൈമകൾ വല്ലതും നോക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിൽ അനുകൂല ഫലമാണെങ്കിൽ തീർച്ചയായിട്ടും അനുകൂല ഫലത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള എഗ്രിമെൻറ്റുകൾ, അതായത് വിദേശത്തേക്ക് പോകാനായിട്ട് അതിൻ്റെ ഏജൻറ്റുമാരോ അല്ലെങ്കിൽ അവരുടെ മീഡിയേറ്റർമാരായിട്ടുള്ള ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കുക, പണം കൈമാറുക, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിനും പറ്റിയ ഒരു സന്ദർഭമായിട്ടാണ് കാണുന്നത്. അതും ഉത്കണ്ഠാപരമായിട്ടുള്ളൊരു സാധ്യതയിലൂടെ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റും എന്നതിൽ യാതൊരുവിധ സംശയങ്ങളില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വരികയാണെങ്കിൽ ആ നേട്ടത്തിന് പരിഹാരപരമായിട്ടുള്ള
പല ചിന്തകളും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതെല്ലാം നേടിയെടുക്കും. സിനിമാ മേഖലയിലുള്ളവർക്കും രാഷ്ട്രീയക്കാർക്കും ഉത്തമമായിട്ടുള്ള സമയം തന്നെയാണ്. ഭാഗ്യകടാക്ഷങ്ങൾ പൊതുവെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭാഗ്യധന വന്ന് ചേരുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യത്താൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യവർദ്ധനവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഭാഗ്യകടാക്ഷം കൊണ്ട് ഷെയർ മാർക്കറ്റ്, ലോട്ടറി ടിക്കറ്റ്, അതുപോലെ ചൂതുകളി, അങ്ങനെയുള്ള ഷെയർ മാർക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം ഇവിടെ 7-ാം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് നിൽക്കുന്ന കാരണം കൊണ്ടും 9-ാം ഭാവത്തിൽ ബലവാനായിട്ടുള്ള വ്യാഴം നിൽക്കുന്ന ഇവർക്ക് രണ്ടാൾക്കും ഒരാൾ ഗുണവും ഒരാൾ ദോഷമായി നിൽക്കുന്ന സമയത്ത് അവിടെ ശനിനെ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഗുണാധിക്യം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. റെയിൽവേ സംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുമുള്ള മേഖലയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള ഇലക്ട്രോണിക്സ് മേഖലകൾ, അതുപോലെ IT മേഖലകൾ എന്നിവർക്ക് ഗുണം കൂടും. വസ്ത്ര മേഖലയിൽ നല്ല കുതിപ്പുണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളുണ്ട്. വാഹന സംബന്ധമായി മെക്കാനിക്കൽ സംബന്ധമായി വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗവൺമെൻറ് തൊഴിലിൽ ഇരിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങൾ വന്ന് ചേരുവാനും സ്ഥാനം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതും പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതയും എല്ലാം തെളിഞ്ഞ് കാണുന്നുണ്ട്. അതിൽ യാതൊരുവിധ സംശയം ഇല്ല എന്ന് തന്നെ പറയുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവെ ഇപ്പോൾ ഗുണപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. അത് കുറച്ചുകൂടി വർദ്ധിച്ച് വരുവാനല്ല സാധ്യത കൂടുകയല്ലാതെ കുറഞ്ഞു വരുവാനുള്ള സാധ്യത വളരെ കുറവായിട്ട് കാണുന്നത്. എന്നിരുന്നാലും മകൻ നക്ഷത്രക്കാർക്ക് ഗണപതിക്ക് ഗണപതി ഹോമവും, പൂരം നക്ഷത്രക്കാർക്ക് സഹസ്രനാമാർച്ചന, ലളിത സഹസ്രനാമാർച്ചനയും, ഉത്തര നക്ഷത്രക്കാർ ശിവനെങ്കിൽ എണ്ണ വിളക്ക്, ധാര, മാല എന്നിവ നടത്തുകയും ചെയ്യുന്ന വർഷം നടത്തുന്നു. നമസ്കാരം.